ഹലോ ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ക്യാൻ ആണ്. അപ്പോൾ നമ്മൾ വില്ല് പഠിച്ചു, ഈസാറാമ, വാസുവേർ, ഹാഡ്, ആസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ എല്ലാ വീഡിയോസും കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ ആണ്. എന്താണ് ഈ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മലയാളത്തിൽ കഴിയുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലോട്ടാക്കുമ്പം അതിനൊരു പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നുമില്ല. സബ്ജക്റ്റ് വേണം, അതിനുശേഷം ക്യാൻ യൂസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പൊതുവായിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ എബിലിറ്റിയെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ കഴിയും എന്ന് പറയാറുണ്ട്, കഴിയില്ല എന്ന് പറയാറുണ്ട്, കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്, കഴിയില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് പറയുകയാണ്, എനിക്ക് നന്നായി പാടാൻ കഴിയും. എനിക്ക് നന്നായി പാടാൻ കഴിയും. ഇവിടെ എങ്ങനെ പറയും? ഐ ക്യാൻ സിങ് വെൽ. ഐ ക്യാൻ സിങ് വെൽ. എനിക്ക് നന്നായി പാടാൻ കഴിയും. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, അവന് നന്നായി ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. അവന് നന്നായി ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. ഇങ്ങനെ പറയും, ഹി ക്യാൻ റീഡ് ഇംഗ്ലീഷ് വെൽ. ഹി ക്യാൻ റീഡ് ഇംഗ്ലീഷ് വെൽ. അവന് നന്നായി ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. നെക്സ്റ്റ് നോക്കൂ, അവൾക്ക് കഥ എഴുതാൻ കഴിയും. അവൾക്ക് കഥ എഴുതാൻ കഴിയും അല്ലേ. അതൊക്കെ ഒത്തിരി കഴിവുകളാണല്ലോ. ഷീ ക്യാൻ റൈറ്റ് സ്റ്റോറി. ഷീ ക്യാൻ റൈറ്റ് സ്റ്റോറി. അവൾക്ക് കഥ എഴുതാൻ കഴിയും. അതുപോലെ നോക്കൂ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയും. അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയും. എങ്ങനെ പറയും? ദേ ക്യാൻ ടേക്ക് ദ എക്സാം. ദേ ക്യാൻ ടേക്ക് ദ എക്സാം. അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയും. ഇനി നോക്കൂ, ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയും. ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയും. വി ക്യാൻ അറൈവ് ഏർലി. വി ക്യാൻ അറൈവ് എന്ന് പറയാം, അല്ലെങ്കിൽ റീച്ച് എന്ന് പറയാട്ടോ, എന്ത് വേണമെങ്കിലും പറയാം. വി ക്യാൻ അറൈവ് ഏർലി. ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയും. അതുപോലെ തന്നെ ഒരു നെയിം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിലോ, മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയും. മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയും. എങ്ങനെ പറയും? മീര ക്യാൻ ഡ്രൈവ് എ കാർ. മീര ക്യാൻ ഡ്രൈവ് എ കാർ. മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോസിറ്റീവിലുള്ള സെൻറ്റൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനൊക്കെ നെഗറ്റീവ് ആക്കുമ്പോഴോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇങ്ങനെ പറയാണ്, എനിക്ക് നന്നായി പാടാൻ കഴിയില്ല. എങ്ങനെ പറയും? എനിക്ക് നന്നായി പാടാൻ കഴിയില്ല. ഐ കാൺട്ട് സിങ് വെൽ. ഐ കാൺട്ട് സിങ് വെൽ. കാൺട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് സിങ് വെൽ. ഓക്കെ, അതറിയാലോ അല്ലേ. അതുപോലെ തന്നെ അവന് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. അവന് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. ഹി ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഹി ക്യാൻ റീഡ് ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. അതുപോലെ നോക്കൂ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. എങ്ങനെ പറയും? ദേ കാൻറ്റ് ടേക്ക് ദ എക്സാം. ദേ കാൻറ്റ് ടേക്ക് ദ എക്സാം. അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. നെക്സ്റ്റ് നോക്കൂ, ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ല. ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ല. വി ക്യാൻറ്റ് അറൈവ് ഏർലി. വി ക്യാൻറ്റ് അറൈവ് ഏർലി. ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസിൽ പറയാൻ പറ്റുന്നതാണ്. അതായത് ക്യാനിന് ഒരു നോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റ് കഴിയില്ല എന്നായി. ഇനി ഇതൊക്കെ ക്വസ്റ്റ്യനാക്കി പറയുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അവൾക്ക് കഥ എഴുതാൻ കഴിയുമോ? അവൾക്ക് കഥ എഴുതാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കും. ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്കൊക്കെ അറിയാം അല്ലേ. ഓക്സിലറിനെ ഫസ്റ്റിൽ കൊണ്ടുവരാൻ, സബ്ജക്റ്റ് രണ്ടാമതായിട്ടും വരും. അപ്പം എങ്ങനെ പറയും? ക്യാൻ ഷീ റൈറ്റ് സ്റ്റോറി. ക്യാൻ ഷീ റൈറ്റ് സ്റ്റോറി. അവൾക്ക് കഥ എഴുതാൻ കഴിയുമോ? അതുപോലെ നോക്കൂ, നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയുമോ? നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ക്യാൻ യു അറൈവ് ഏർലി? ക്യാൻ യു അറൈവ് ഏർലി? നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയുമോ? അപ്പം നമ്മൾ ക്വസ്റ്റ്യന് ആക്കുമ്പോൾ നമ്മൾ ഞങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, അതുപോലെ നോക്കൂ, മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയുമോ? മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയുമോ എങ്ങനെ ചോദിക്കും? ക്യാൻ മീര ഡ്രൈവ് എ കാർ. ക്യാൻ മീര ഡ്രൈവ് എ കാർ. മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയുമോ? നെക്സ്റ്റ്, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ? അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ എങ്ങനെ ചോദിക്കും? ക്യാൻ ദേ ടേക്ക് ദ എക്സാം. ക്യാൻ ദേ ടേക്ക് ദ എക്സാം. അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ? ഇതുപോലെ നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മുടെ ക്യാൻ യൂസ് ചെയ്യുക, ശേഷം നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്യുക, ശേഷം എന്താണോ പറയാനുള്ളത് അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നെഗറ്റീവിൽ ചോദിക്കുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലേ? അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലേ എന്നിങ്ങനെ ചോദിക്കും. സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റും അല്ലേ. നമ്മൾ ക്യാൻ ഒരു നോട്ട് യൂസ് ചെയ്യുക, ശേഷം നമ്മൾ സബ്ജക്റ്റ് ചേർക്കുക. അപ്പം കാൻറ്റ് ദേ
ടേക്ക് ദ എക്സാം? കാൻറ്റ് ദേ ടേക്ക് ദ എക്സാം? അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലേ? ഇനി നോക്കൂ, നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ലേ? നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ലേ? എങ്ങനെ ചോദിക്കും? കാൻറ്റ് യു അറൈവ് ഏർലി? കാൻറ്റ് യു അറൈവ് ഏർലി? നിങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയില്ലേ? അതുപോലെ തന്നെ മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയില്ലേ? മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയില്ലേ? എങ്ങനെ ചോദിക്കും? കാൻറ്റ് മീര ഡ്രൈവ് എ കാർ? കാൻറ്റ് മീര ഡ്രൈവ് എ കാർ? മീരയ്ക്ക് കാർ ഓടിക്കാൻ കഴിയില്ലേ? അതുപോലെ നോക്കൂ, അവന് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ കഴിയില്ലേ? അവന് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ കഴിയില്ലേ? എങ്ങനെ ചോദിക്കും? കാൻറ്റ് ഹി റീഡ് ഇംഗ്ലീഷ് വെൽ? കാൻറ്റ് ഹി റീഡ് ഇംഗ്ലീഷ് വെൽ? അവന് ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ക്വസ്റ്റ്യനായിട്ടും നെഗറ്റീവ് ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ചോദിക്കാൻ പറ്റും. ഇനി നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് വേറൊരു 5 രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഗ്രാമർ ബേസിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പോസിബിലിറ്റി, നമുക്ക് സാധ്യതകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അവന് നേരത്തെ എത്താൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ എത്താൻ കഴിയും, ഇങ്ങനെയൊക്കെ പറയാറുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ആ സമയത്തും നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റിക്വസ്റ്റ്, നമുക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ, ക്യാൻ യു ആസ്ക് മീ? നിനക്ക് എന്നോട് ചോദിക്കാമോ? അതുപോലെ ക്യാൻ യു ടെൽ മീ? നിനക്ക് എന്നോട് പറയാമോ? ഇങ്ങനെയൊക്കെ പറയാറുള്ള റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. എങ്ങനെ? നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഒരു സമ്മതം, ഒരു പെർമിഷൻ ചോദിക്കാറുണ്ടല്ലോ. കെൻ ഐ കം നൗ? അല്ലെങ്കിൽ കെൻ ഐ കോൾ നൗ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കഴിയും, കഴിയില്ല, കഴിയുമോ, കഴിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് തന്നെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പോസിബിലിറ്റി, റിക്വസ്റ്റ്, പെർമിഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാൻ എവിടെ, എപ്പോൾ, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ട് മുമ്പേ ഉള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 എന്നാക്കിയിട്ട്. ബിഗ്നേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ചാനലും കൂടിയാണ്. അപ്പോൾ അത് പരമാവധി യൂസ്ഫുൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.